നമസ്കാരം. എല്ലാവർക്കും വിനീത നമസ്കാരം. കൃഷ്ണം വന്ദേ സത്സംഗ സമിതിയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഭാഗവതം തൃതീയ സ്കന്ധം 24-ാമത്തെ അധ്യായം ആരംഭിക്കുകയാണ്. ക്ലാസ് എടുക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി വി വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. ബീജം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രജന്തമപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരയാ ദുഃഖാവ പുത്രേതി തന്മയതയാ തരവോഹിനേതുസ്തം ഹൃദയം മാതൃമീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതമായ മുമ്പ് സൂചിപ്പിച്ച പോലെ തൃതീയ സ്കന്ധം 24-ാം അധ്യായം ഇന്ന് ആരംഭിക്കുന്നു. വിതുര മൈത്രേയ സംവാദത്തിൽ കപിലോപദേശത്തെ കുറിച്ചുള്ള കർദമന്റെ കഥയാണ് തുടങ്ങിയത്. ദേവഹൂതി കർദമനോട് ഭൗതിക സുഖം മാത്രമേ ഞാൻ ഇതുവരെ അപേക്ഷിച്ചുള്ളൂ, ഇനി എനിക്ക് ആത്മസുഖത്തിന് വേണ്ടി ഒരു പുത്രനെ നൽകിയിട്ട് പോയിക്കോളൂ എന്ന് ഇത് കഴിഞ്ഞ അധ്യായത്തിൽ കർദമനോട് ദേവഹൂതിയുടെ സംഭാഷണമാണ് കഴിഞ്ഞത്. ഇനി മൈത്രേയൻ കഥ പറഞ്ഞതിന് ശേഷം തുടക്കം ഇട്ടിട്ട് കർദമന്റെ മറുപടിയാണ്. സർവേദവാദിനീമേവം മനോർദുഹിതരം മുനി ദയാലുശാലിനീമാഹ ശുക്ലാഭിവ്യാഹൃതം സ്മരൻ. നിർവേദവാദിനീം ഏവം. നിർവേദം വിരക്തി എന്നർത്ഥം. വാദിനി പറയുന്നവർ. നിർവേദവാദിനി വിരക്തിയെ കുറിച്ചു പറയുന്നവൾ. ഏവം ഇങ്ങനെ തനിക്ക് വിഷയവൈരാഗ്യമാണ് ഇനിയും ആവശ്യം. ലൗകിക സുഖഭോഗങ്ങൾ വിമാനത്തിൽ കൂടി ആവോളവും അനുഭവിച്ചു കഴിഞ്ഞു, ഇനിയും ജീവിതത്തിലൊന്നും അനുഭവിക്കാനില്ല. അങ്ങനെ അനുഭവിച്ച് കഴിഞ്ഞാൽ അതിനോട് വിരക്തി ഉണ്ടാവും. നമ്മൾക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേണം, പിന്നെ അത് വേണം, പിന്നെ അത് വേണം എന്നാണ് തോന്നുന്നത്. അതിനുള്ള നമുക്ക് രതിയാണ്, വിരക്തിയല്ല ഉണ്ടാകുക. അനുഭവിച്ചു കഴിയുന്ന ഏത് വസ്തുവിനും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇനി എനിക്കിത് വേണ്ട എന്ന് അനുഭവിച്ച് ഉപേക്ഷിക്കാനുള്ള മനസ്ഥിതിയാണ് ഉണ്ടാവേണ്ടത് എന്ന് ഈ ദേവഹൂതിയുടെ വാക്കിൽ കൂടി മൈത്രേയ നമ്മെ മനസ്സിലാക്കുകയാണ്. ഒന്നാണ് നിർവേദവാദിനിയും വിരക്തിയെക്കുറിച്ച് ഏവം വാദിനിയും ഇങ്ങനെ പറയുന്നവളെ. ആരാണ് അവൾ? മനോർദുഹിതരം, മനുവിന്റെ പുത്രി. മനോഹു മനുവിന്റെ, ദുഹിതരം മകൾ. മനോഹു ദുഹിതരം മനുവിന്റെ പുത്രിയോട് മുനി, ആരാണ്? കർദമൻ, ദയാലു കാരുണ്യമുള്ളവനായ കർദമൻ, ശാലിനിയായ അവളോട്, ഫൽ സ്വഭാവിയായ അവളോട്. ശാലിനി എന്ന വാക്കിന്റെ അർത്ഥം നല്ല സ്വഭാവം ഉള്ളവൾ. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ എനിക്ക് ഭൗതിക സുഖമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു, ഇനിയും വേണ്ടത് ആത്മസുഖമാണ്. അതിനൊരു അങ്ങിപ്പോ പോവാണല്ലോ, അപ്പൊ ആര് പറഞ്ഞുതരാൻ ഈ ആത്മോപദേശം നൽകാൻ? ഒരു പുത്രനെ സമ്മാനിച്ചിട്ട് പൊക്കോളൂ എന്നാണ് ഇവൾ ആവശ്യപ്പെട്ടത്. ഒന്ന് ശാലിനിയായ അവളോട് ആഹ പറഞ്ഞു. ശുക്ലാഭിവ്യാഹൃതം സ്മരൻ. ശുക്ല ശബ്ദത്തിന്റെ അർത്ഥം വെളുപ്പ് എന്നാണ്. വെളുപ്പ് എന്നുള്ള സത്വഗുണത്തിന്റെ പ്രതീകമാണ്. അപ്പം ശുക്ല എന്ന് വെച്ചാൽ സത്വഗുണത്തോട് കൂടിയവൻ, സത്വഗുണ സ്വരൂപൻ ഭഗവാൻ വിഷ്ണു എന്നർത്ഥം. അങ്ങനെയാണ് ശുക്ലാ ശബ്ദത്തിന് വിഷ്ണു എന്ന അർത്ഥത്തിലേക്ക് വന്നു ചേരുക. ഭഗവാനാൽ അഭിവ്യാഹൃതം, നേരത്തെ പറയപ്പെട്ടത് സ്മരൻ, ഓർമ്മിച്ചു. അപ്പോഴാണ് കർദമൻ അന്ന് ഞാൻ വിവാഹം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭഗവാൻ
അന്ന് തപസ്സിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, കഴിച്ചോളൂ, 9 കന്യകമാരുണ്ടായി കഴിയുമ്പോൾ 10ാമത് ഞാൻ തന്നെ ആത്മജ്ഞാനം ഉപദേശിക്കാനായിട്ട് അവതരിച്ചു കൊള്ളാം എന്ന് അന്ന് പറഞ്ഞ വാക്ക് ഓർമ്മിച്ചു. സ്മരൻ, അത് ഓർമ്മിച്ചുകൊണ്ട് ഇതം അഹ ഇങ്ങനെ പറഞ്ഞു. ആരോട്? ശാലിനിയായ മനുവിന്റെ പുത്രിയായ അവളോ. ഏവം നിർവേദവാദിനി മനോഹോ ദുഹിതരാം ശാലിനീം ദയാലുഹു മുനി ശുക്ലാഭിവ്യാഹൃതം സ്മരൻ ഏവം ആഹ. ഇങ്ങനെ വൈരാഗ്യത്തെക്കുറിച്ച് പറഞ്ഞവളായ അവളോട് കൗശല്യാദികളായ സദ്ഗുണങ്ങൾ തികഞ്ഞ ആ ദേവഹൂതിയോട് കാരുണ്യം തോന്നിയവനായ കർദമുനി പ്രത്യക്ഷമായി വരം നൽകാൻ സമയമായി എന്ന് ഭഗവാന്റെ വാക്കിനെ ഓർമ്മിച്ചുകൊണ്ട് ഇങ്ങനെ അവളോട് പറഞ്ഞു. നിർവേദവാദിനീമേവം മനോർദുഹിതരം മുനി ദയാലുശാലിനീമാഹ ശുക്ലാഭിവ്യാഹൃതം സ്മരൻ. നിർവേദവാദിനീം ശാലിനീം മനോഹോ ദുഹിതരം ദയാലുഹു മുനി ശുക്ലാഭിവ്യാഹൃതം സ്മരൻ ഏവം ആഹ. നിർവേദവാദിനീമേവം മനോർദുഹിതരം മുനി ദയാലുശാലിനീമാഹ ശുക്ലാഭിവ്യാഹൃതം സ്മരൻ. നിർവേദവാദിനീമേവം മനോർദുഹിതരം മുനി ദയാലുശാലിനീമാഹ ശുക്ലാഭിവ്യാഹൃതം സ്മരൻ. ഋഷിരുവാച. ഇനി കർദമന്റെ വാക്കാണ്. മാഖിതോ രാജപുത്രീത്ഥമാത്മാനം പ്രത്യനിന്ദിതേ ഭഗവാൻസ്തേക്ഷരോ ഗർഭം അദൂരാത് സംപ്രപത്സ്യതേ. മാഖിത, ഖേദിക്കണം. ഖിതോ എന്ന് വെച്ചാൽ ഖേദിക്കുക. മാ അരുത്. മാഖിതോ, ഖേദിക്കരുത്. രാജപുത്രി, മനുവിന്റെ പുത്രിയെ അവള് അഭിസംബോധന ചെയ്തിട്ട് പറയുകയാണ്, ഖേദിക്കരുത്. ഇത്തം ആത്മാനം, ഇങ്ങനെ ആത്മാനം പ്രതി, ആത്മാവിനെ കുറിച്ച് അനിന്ദിതേ, നിന്ദിക്കാത്തത്. ആത്മാനം പ്രതി അനിന്ദിതയെ കുറിച്ച് വരുമ്പോൾ ആത്മാനം പ്രത്യനിന്ദിതേ, ഈ പ്രതി ആത്മാവിന്റെ കൂടെ വരണം, നല്ല അർത്ഥം ശരിയാവും. ആത്മാനം പ്രതി, ആത്മാവിനോട്, അനിന്ദിതേ, ആത്മാവിനെ നിന്ദിക്കാത്തവളായ അവളോട്, ഹേ, അവളെ സംബോധന ചെയ്താണ്, ഹേ രാജപുത്രി, ആത്മാനം പ്രതി അനിന്ദിതേ ഭഗവാൻ തേ അക്ഷരോ ഗർഭം അദൂരാത് സംപ്രപത്സ്യതേ. ഭഗവാൻ തേ, നിനക്ക്, അക്ഷരഃ ഗർഭം, നാശരഹിതമായ ഗർഭത്തെ, നഷ്ടപ്പെട്ടു പോവാത്ത ഗർഭത്തെ. അക്ഷരം ഗർഭം, ക്ഷരം നശിക്കുന്നത്, അക്ഷരം നശിക്കാത്ത ഗർഭത്തെ. ഗർഭമുണ്ടായാൽ അത് 3-4 മാസം വരെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതി ഇതുണ്ടാവില്ല എന്ന് പറയാണ്. കാരണം ഭഗവാൻ തന്നെയാണ് അവതരിക്കുന്നത്. അക്ഷരസ്വരൂപനായ ഭഗവാൻ അവതരിക്കുന്ന ഗർഭം അക്ഷരമായി തന്നെ നിലനിൽക്കും. അക്ഷരോ ഗർഭം അദൂരാ, വൈകില്ലാന്ന്, താമസിയാതെ തന്നെ ഉണ്ടാകും. സംപ്രപത്സ്യതേ, ഉണ്ടാകുന്നു. അദൂരാത് സംപ്രപത്സ്യതേ, വൈകാതെ ഉണ്ടാകും. വൈകാതെ നിനക്ക് അക്ഷരമായ ഗർഭം ഉണ്ടാവുക തന്നെ ചെയ്യും. ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ചുള്ള ഒരു ദോഷചിന്ത ഇല്ലാത്തവളായ ഹേ ഭാഗ്യവതിയായ മനുപുത്രിയായ ഹേ രാജപുത്രി, ഇങ്ങനെ ഖേദിക്കണ്ട. ഇപ്പൊ ഇത്രയും സമയം ഒരു ഖേദത്തോടെയാണല്ലോ പറഞ്ഞത്. ഖേദിക്കണ്ട. ഭഗവാൻ ശ്രീഹരി തന്നെ വൈകാതെ, ഞാൻ നിന്നെ വിട്ടുപോകുന്നതിന് മുമ്പ് തന്നെ നിന്റെ ഗർഭത്തിൽ പ്രവേശിച്ച് നശിക്കാതെ കാത്തു സൂക്ഷിക്ക്, ഒരു പുത്രൻ ഉണ്ടാവുക തന്നെ. മാഖിതോ രാജപുത്രീത്ഥം ആത്മാനം പ്രത്യനിന്ദിതേ ഭഗവാൻസ്തേക്ഷരോ ഗർഭം അദൂരാത് സംപ്രപത്സ്യതേ. ഹേ രാജപുത്രി, അനിന്ദിതേ, ആത്മാനം പ്രതി ഇത്തം മാഖിതഃ അക്ഷരഃ ഭഗവാൻ അദൂരാത് തേ ഗർഭം സംപ്രപത്സ്യതേ.
മാഖിരോ രാജപുത്രീർത്ഥം ആത്മാനം പ്രത്യനിന്ദിതേ ഭഗവാൻസ്തേക്ഷരോ ഗർഭം അദൂരാത് സംപ്രപശ്യതേ. മാഖിതോ രാജപുത്രീർത്ഥം ആത്മാനം പ്രത്യനിന്ദിതേ ഭഗവാൻസ്തേക്ഷരോ ഗർഭം അദൂരാത് സംപ്രപശ്യതേ. ധൃതൗ വ്രതാഭിഭദ്രം തേ ദമേന നിയമേന ചാം തപോ ദ്രവിണദാനൈശ്ച ശ്രദ്ധയാ ചേശ്വരം ഭജാം. ധൃതൗ വ്രത അസി, നീ വ്രതം ധരിക്കപ്പെട്ടവളായി തീർന്നിരിക്കുന്നു. ഗർഭമുണ്ടാകുന്നതിന് വേണ്ടി നീ വ്രതം ധരിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. ധൃതൗ വ്രത അസി, ഭദ്രം തേ, നിനക്ക് മംഗളം ഉണ്ടാകട്ടെ. ദമേന നിയമേന ച, എന്തുകൊണ്ടാണ് നീ വ്രതം ധരിക്കുന്നത്? ദമം കൊണ്ടും നിയമം കൊണ്ടും. ദമം ഇന്ദ്രിയത്തെ അടക്കൽ, നിയമം മനസ്സിനെ അടക്കൽ. ഈ രണ്ടെണ്ണം കൊണ്ട് ദമേന നിയമേന ധൃതം വ്രത അസി, നീ അനുഷ്ഠിക്കുന്ന വ്രതത്തിന്റെ ലക്ഷ്യം ഈ രണ്ടെണ്ണമാണ്. ഏത് വ്രതം അനുഷ്ഠിച്ചാലും അതിന്റെ ലക്ഷ്യം ഇന്ദ്രിയത്തെയും മനസ്സിനെയും കുറച്ച് ദിവസത്തേക്ക് അടക്കി വയ്ക്കാനുള്ള ഒരു ചിട്ട ഉണ്ടാക്കിയാലാണ് എപ്പോഴും വ്രതാനുഷ്ഠാനം. ഇന്ദ്രിയത്തെ അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ വ്രതം വെറുതെയാണ്, നിഷ്ഫലമായ വ്രതമാണ്. മനസ്സിനെ അടക്കാനും പറ്റുന്നില്ലെങ്കിൽ വ്രതം നിഷ്ഫലമാണ്. നീ ഇപ്പോൾ അനുഷ്ഠിക്കുന്ന വ്രതം നിയമം കൊണ്ടും യമം കൊണ്ടും നീ വ്രതം ധരിച്ചിരിക്കുന്നു. നിനക്ക് മംഗളം ഉണ്ടാകട്ടെ. തപോ ദ്രവിണ ദാനേശ്ച, തപസ്സുകൊണ്ട്, ദ്രവിണദാനം ധനങ്ങൾ ദാനം ചെയ്യുന്ന കൊണ്ട്, ശ്രദ്ധയാ ശ്രദ്ധയോടെ വിശ്വാസത്തോടെ, ച ഈശ്വരം ഭജ, ഈശ്വരനെ ഭജിക്കൂ. ഇതാണ് ഗർഭമുണ്ടാകാനുള്ള വ്രതത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. വ്രതമനുഷ്ഠിച്ച് ഈശ്വരനെ ഭജിക്കണം. അപ്പോഴേ നല്ല ഗർഭം ഉണ്ടാകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തപസ് ചെയ്യണം, ധനാദികളായ എന്തെങ്കിലും വസ്തുക്കൾ ദാനം ചെയ്യണം. തപോ ദ്രവിണ ദാനേശ്ച ശ്രദ്ധയാച, ശ്രദ്ധയുണ്ടാകണം, വിശ്വാസം ഉണ്ടാകണം. അങ്ങനെ ഈശ്വരനെ ഭജിക്കും. ധൃതൗ വ്രതാഭി ഭദ്രം തേ ദമേന നിയമേന ചാം തപോ ദ്രവിണദാനൈശ്ച ശ്രദ്ധയാജേശ്വരം ഭജാം. ധൃതൗ വ്രത അസി തേ ഭദ്രം ദമേന നിയമേന തപോ ദ്രവിണദാനൈഃ ച ശ്രദ്ധയാ ച ഈശ്വരം ഭജ. ധൃതൗ വ്രതാഭി ഭദ്രം തേ ദമേന നിയമേന ച തപോ ദ്രവിണദാനൈശ്ച ശ്രദ്ധയാജേശ്വരം ഭജാം. ധൃതൗ വ്രതാഭി ഭദ്രം തേ ദമേന നിയമേന ച തപോ ദ്രവിണദാനൈശ്ച ശ്രദ്ധയാജേശ്വരം ഭജാം. മൈത്രേയ വാച. ഇത്രയുമാണ് ഋഷി അല്ല സത്വയ ആരാധിത ശുക്ലോ വിതന്മന്മാമഗമ്യശാം ക്ഷേത്താതേ ഹൃദയഗ്രന്ഥിൻ ഔദര്യോ ബ്രഹ്മഭാവനാം. സത്വയ ആരാധിത, ആ ഭഗവാൻ നിന്നാൽ ആരാധിക്കപ്പെട്ടവനാകുന്നു. നീ ഭഗവാനെ ആരാധിച്ചിരിക്കുന്നു. ആരെ? ശുക്ല. മുമ്പ് പറഞ്ഞു, വിഷ്ണുവിന്റെ ഒരു പര്യായമായിട്ടാണ് ശുക്ലശബ്ദം ഉപയോഗിക്കുന്നത്. വിതന്വൻ, വിസ്തരിപ്പിച്ചുകൊണ്ട്, മാമകം യശ, എന്റെ യശസ്സിനെ ലോകത്ത് വിസ്തരിപ്പിച്ചുകൊണ്ട് ഭഗവാൻ, ആ ഭഗവാനെ നിന്നാൽ ആരാധിക്കപ്പെട്ടിരിക്കുന്നു. നിന്നാൽ പൂജിക്കപ്പെട്ടവനായ ആ ശ്രീഹരി എന്റെ യശസ്സിനെ ലോകത്ത് പ്രചരിപ്പിക്കുമാറ് ക്ഷേത്താതേ ഹൃദയഗ്രന്ഥിൻ, നിന്റെ ഹൃദയഗ്രന്ഥികളെ ഛേദിക്കുന്നവനായ ഭഗവാൻ. ക്ഷേത്ത, ഛേദിക്കുന്നവൻ. ഹൃദയഗ്രന്ഥി, ഹൃദയത്തിലെ കെട്ടുകൾ എന്നർത്ഥം. ഹൃദയത്തിൽ പലതരത്തിലുള്ള കെട്ടുകൾ കൊണ്ട് വിഷമിക്കുന്നവരാണ് മനുഷ്യരെല്ലാം. അജ്ഞാനമെന്ന ആദ്യത്തെ കെട്ടാണ് ആദ്യം വരച്ചു വെച്ചിരിക്കുന്നത്. ഈ കെട്ടിനെ ആര് മോചിപ്പിച്ചു തരും? ഭഗവാൻ മോചിപ്പിക്കും. കെട്ടുകളായതു കർമ്മം പുരുഷന്, കെട്ടുകളറ്റേ മുക്തി വരൂ ദൃഢം. അങ്ങനെയുള്ള ഹൃദയഗ്രന്ഥിയെ ഛേദിക്കുന്നവനായ ആ ഭഗവാൻ ഔദര്യവും, ഔദര്യം
ഉദരത്തിൽ നിന്നും ജനിക്കുന്നവൻ. ഉദരത്തിൽ നിന്നും ജനിക്കുന്നവനാണ് ഔദര്യൻ. ഔദാര്യമല്ല, ഔദര്യം എന്ന് ഹ്രസ്വമാണ്, ദീർഘമില്ല. നമുക്ക് പരിചയമുള്ള ഔദാര്യമായതുകൊണ്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ ഔദാര്യം നമുക്ക് വായിച്ചു. പക്ഷേ ഇവിടെ ദീർഘമില്ല, ഔദര്യം എന്നേ ഉള്ളൂ. ഉദരത്തെ സംബന്ധിക്കുന്നത്, ഉദരത്തിൽ നിന്നും ഉണ്ടാകുന്നവൻ. ബ്രഹ്മഭാവനാം, ബ്രഹ്മത്തെ നിനക്ക് ഉപദേശിക്കുന്നവനായിട്ട്, നിന്റെ അജ്ഞാനത്തെ മുഴുവൻ ഛേദിക്കുന്നവനായിട്ട് നിന്റെ ഉദരത്തിൽ നിന്നും ഭഗവാൻ ജനിക്കും എന്നുള്ളത് ഉറപ്പാണ്. നിന്നാൽ ആരാധിക്കപ്പെട്ടവനായ ഭഗവാൻ എന്റെ യശസ്സിനെ ലോകത്ത് വ്യാപരിപ്പിക്കും. ആരിൽ കൂടി? എന്റെ പുത്രനെ കൂടി. കപിലൻ അറിയപ്പെടുന്നത് കർദമന്റെ മകനായിട്ടാണ്. എന്റെ യശസ് ലോകത്ത് വ്യാപരിപ്പിക്കാൻ പര്യാപ്തമായ ഒരു പുത്രൻ ഭഗവാൻ തന്നെ അവതരിച്ച് നിന്റെ ഉള്ളിലുള്ള അജ്ഞാനത്തെ മുഴുവൻ മാറ്റിയിട്ട് നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ ആ ഭഗവാൻ ജനിക്കുന്നതാണ് എന്ന് ഇവൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. ഫത്വയ ആരാധിത ശുക്ലോ വിതന്മന്മാമകം യശാം ക്ഷേത്താദേഹതേ ഗ്രന്ഥിം ഔദര്യോ ബ്രഹ്മഭാവനാം. ത്വയ ആരാധിതഃ ശുക്ലഃ മാമകം യശഃ വിതന്വൻ തേ ഔദര്യഃ ബ്രഹ്മഭാവനഃ തേ ഗ്രന്ഥിം ക്ഷേത്താ. ഫത്വയ ആരാധിത ശുക്ലോ വിതന്വൻ മാമകം യശാം ക്ഷേത്താദേഹതേ ഗ്രന്ഥിം ഔദര്യോ ബ്രഹ്മഭാവനാം. ഫത്വയ ആരാധിത ശുക്ലോ വിതന്വൻ മാമകം യശാം ക്ഷേത്താദേഹതേ ഗ്രന്ഥിം ഔദര്യോ ബ്രഹ്മഭാവനാം. ഇത്രയും കർദമൻ ദേവഹൂതിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മൈത്രേയൻ ഇടയ്ക്കുള്ള കഥ പറയാൻ പുറപ്പെടുക. ദേവഹുത്യഭിസന്ദേശം ഗൗരവേണ പ്രജാപതേ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥമഭജത്. ദേവഹൂതി ആകട്ടെ പ്രജാപതേഹ സന്ദേശം, പ്രജാപതിയായ കർദമന്റെ സന്ദേശത്തെ ഗൗരവേണ, നല്ല ഗൗരവത്തോടെ, സമ്യക് ശ്രദ്ധായ, നല്ല പോലെ ശ്രദ്ധിച്ചിട്ട്, പുരുഷം കൂടസ്ഥം അഭജത് ഗുരു, ഗുരുവായ പുരുഷനായ കൂടസ്ഥനായ ഭഗവാനെ അഭജത് ഭജിച്ചു. കൂടസ്ഥം എന്ന് പറഞ്ഞാൽ ഉറച്ചിരിക്കുന്നവൻ എന്നുള്ളത്. ഉറച്ചിരിക്കുന്ന വെച്ചാൽ വികാരങ്ങളൊന്നും ബാധിക്കാത്തവൻ. വികാരം ബാധിക്കുമ്പോഴാണ് ചാഞ്ചല്യം, ഇളക്കം ഉണ്ടാകുന്നത്. ഒരു വികാരവും ഇല്ലെങ്കിൽ ഉറച്ചിരിക്കുന്നവനാണ്. നിർവികാരനായ ഭഗവാൻ കൂടസ്ഥനാണ്, കൂടം പോലെ ഉറച്ചിരിക്കുന്നവനാണ്. അങ്ങനെ കൂടസ്ഥം ഗുരും അഭജത്, കൂടസ്ഥനായ ഗുരുവിനെ അഭജത് ഭജിച്ചു. ആര്? ദേവഹൂതി. എങ്ങനെ ഭജിച്ചു? സമ്യക് ശ്രദ്ധായ, നല്ല ശ്രദ്ധയോടെ. ഈ പ്രജാപതിയുടെ വാക്ക് നിസ്സാരമായി കിട്ടില്ല, ഗൗരവത്തോടെ സ്വീകരിച്ചു. തന്റെ ഭർത്താവ് പറയുന്നൊക്കെ എല്ലാമൊന്നും കേൾക്കണമെന്നില്ല എന്നും ദേവഹൂതിക്ക് തോന്നിയില്ല. ഭർത്താവിന്റെ വാക്ക് ഗൗരവമായി തന്നെ, നല്ല വാക്കുകൾ ഭർത്താവ് പറഞ്ഞാൽ ഗൗരവമായി തന്നെ അതിനെ കാണണം എന്ന് ഇവൾക്ക് നല്ല അവബോധമുള്ളത് കൊണ്ട് അവൾ പ്രജാപതിയായ കർദമന്റെ വാക്കിനെ ഗൗരവത്തോടെ സ്വീകരിച്ച് ശ്രദ്ധയോടുകൂടി പരമേശ്വരനെ ഭജിച്ചു. ദേവഹുത്യഭിസന്ദേശം ഗൗരവേണ പ്രജാപതേ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥമഭജത് ഗുരും. ദേവഹുതി അഭി പ്രജാപതേഹ സന്ദേശം ഗൗരവേണ സമ്യക് ശ്രദ്ധായ കൂടസ്ഥം ഗുരും പുരുഷം അഭജത്. ദേവഹുത്യഭിസന്ദേശം ഗൗരവേണ പ്രജാപതേ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥമഭജത് ഗുരും. ദേവഹുത്യഭിസന്ദേശം ഗൗരവേണ പ്രജാപതേ സമ്യക് ശ്രദ്ധായ പുരുഷം കൂടസ്ഥമഭജത് ഗുരും. തസ്യം ബഹുതിഥേ കാലേ ഭഗവൻ മധൂദന കർദമം വീര്യമാപന്നു യജ്ഞേഗ്നിരിപദാരുണി. തസ്യാം അവളിൽ ബഹുതിഥേ കാലേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ കാലം. തിഥി എന്ന ദിവസം വെച്ച് ബഹുതിഥേ
കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാലത്ത് ഭഗവാൻ മധുസൂദനാണ് ഇങ്ങനെ ഇവളുടെ വ്രതവും തപസ്സും ദാനവും ശ്രദ്ധയും ഭക്തിയും വിശ്വാസവും ഏതാണ്ട് പാകമായി എന്ന് കണ്ടപ്പോൾ ഇതാണ് ഭഗവാൻ ഉള്ളിൽ അവതരിക്കണമെങ്കിൽ ഉള്ള് ദമം കൊണ്ടും നിയമം കൊണ്ടും പരിശുദ്ധമാകണം, മാലിന്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇവളുടെ മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും പരിശുദ്ധമായി എന്ന് കണ്ടപ്പോൾ ഭഗവാൻ മധുസൂദനൻ കാർദമം വീര്യമാവന്നോ, കർദമന്റെ വീര്യത്തെ പ്രാപിച്ചു, കർദമന്റെ ബീജത്തിൽ പ്രവേശിച്ചു. കർദമ സംബന്ധിയായ വീര്യത്തെ അല്ലെങ്കിൽ ബീജത്തെ ആപന്ന പ്രാപിച്ചിട്ട് ജനിച്ചു അഗ്നിരിവദാരുണി, വിറകുകൊമ്പിൽ അഗ്നി എന്ന പോലെ. ദാരു എന്ന് വെച്ചാൽ എന്താണ്? അരണിക്കോലുകൾ, അരണിക്കമ്പുകൾ. ഏത് കമ്പിനും പറയാം ദാരു, ഏത് പിറകിനും പറയാം. ദാരുവിൽ അഗ്നി എന്നതുപോലെ ജജ്ഞയെ ഭഗവാൻ ജനിച്ചു. ശ്ലോകം കൊണ്ട് എന്താണ്? വളരെ കാലം ഇങ്ങനെ ദേവകൂതി ആരാധിച്ചപ്പോൾ ഭഗവാൻ കർദമന്റെ വീര്യത്തിലാണ് പ്രവേശിച്ചത്, ഇവളുടെ ഗർഭത്തിലല്ല. എന്നിട്ട് കർദമന്റെ വീര്യത്തെ ഇവളുടെ ഗർഭത്തിലേക്ക് നിക്ഷേപിച്ചപ്പോൾ ആ വഴി കൂടിയാണ് ഭഗവാൻ ഇവളിലേക്ക് പ്രവേശിക്കുന്നത്. അത് ഏതുപോലെയാണ്? അരണിയിലെ അഗ്നി എന്ന പോലെ. കാരണം അരണിയിലെ അഗ്നി എപ്പോഴും ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യണം? അതൊന്ന് മഥനം ചെയ്തെങ്കിൽ മാത്രമേ അത് അഗ്നിയായി പ്രകാശമായി പുറത്തേക്ക് വരുള്ളൂ. ഇതുപോലെ ഭഗവാന്റെ ശക്തി എല്ലാത്തിലും ഉണ്ട്. പക്ഷെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവള് ചെയ്ത പോലെ തപസ് കൊണ്ട്, ദാനം കൊണ്ട്, വ്രതം കൊണ്ട് ആ അഗ്നിയെ ഒന്ന് ഉജ്ജ്വലിപ്പിച്ചെങ്കിൽ മാത്രമേ അത് കത്തിക്കാൻ ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ അഗ്നിയുണ്ട്, എല്ലാ പറയിലും അഗ്നിയുണ്ട്, അഗ്നിയില്ലാത്ത പറയിൽ. പക്ഷേ അതിന് എന്ത് ചെയ്യണം? മഥനം ചെയ്ത് കടഞ്ഞെടുത്തെങ്കിൽ മാത്രമേ അതിന് അഗ്നി കിട്ടുകയുള്ളൂ. അങ്ങ് ഇതുപോലെയാണ് ഭഗവാൻ കർദമന്റെ വീര്യത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞത്. കാരണം കർദമന്റെ വീര്യത്തിൽ ഭഗവാൻ ഇല്ലാതില്ല, ഉണ്ട്. എപ്പോഴും എവിടെയും ഭഗവാനുണ്ട്. പക്ഷേ ഒരു വികാരമില്ലാത്തവരാണ്, നിർവികാരമാണ്, ഒരു മാറ്റവും ഇല്ലാത്തവരാണ്. ഭക്തന്മാരെ അനുഗ്രഹിക്കേണ്ട ആവശ്യം വരുമ്പോൾ സ്വരൂപം ധരിച്ച് അതിൽ നിന്നും അവതരിക്കും. അതാണ് ബ്രഹ്മാദികളായ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു മഥനം ചെയ്യുമ്പോൾ ഭഗവാൻ അവതരിക്കും. ഇല്ലാത്തതല്ല അവതരിക്കുന്ന, ഉള്ള ഭഗവാൻ തന്നെയാണ് അവതരിക്കാന്ന വാക്കിൻ്റെ ഇറങ്ങി വരിക എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലാത്ത ഒരാൾക്ക് ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. ഇറങ്ങി വരണമെങ്കിൽ അതിനകത്തുള്ള ആളാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്? ഭഗവാൻ അരണിയിൽ അഗ്നി എന്ന പോലെ ഇരിക്കുന്ന ഭഗവാൻ. ഏത് വിറകിൻ്റെ അകത്ത് നോക്കിയാലും തീയുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതുപോലെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും നിറഞ്ഞുകൊണ്ട്. കർദമന്റെ വീര്യത്തിലുണ്ട് എല്ലായിടത്തും ഭഗവാൻ, പക്ഷെ അതിനെ കാണാൻ പറ്റില്ല. ഇങ്ങനെയുള്ള തപശക്തി കൊണ്ട് അതിനെ ഒന്ന് ഉന്മഥനം ചെയ്യുമ്പോൾ അത് കത്തിക്കാളുന്ന തീയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ഈശ്വര ശക്തിയെ ഉപയോഗിക്കണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ അത് ഇങ്ങനെയുള്ള ചില കർമ്മങ്ങൾ ചെയ്യണം. അതാണ് മഥനകർമ്മം കൊണ്ട് അഗ്നി വരുന്നത് പോലെ വ്രതകർമ്മം കൊണ്ടാണ് ഈശ്വരൻ നമ്മിലേക്ക് അവതരിക്കുന്നത്, പ്രസാദിക്കുന്നത് എന്നിങ്ങനെയുള്ളത്. ഇത് കാണിക്കാനാണ് ഒറ്റ ഉപമ വരുന്നത്. അഗ്നിരിവദാരിണി എന്നൊരൊറ്റ ഉപമ കൊണ്ട് ഇത് വ്യക്തമാക്കി. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഇപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ. അതാണ് ഒരു വീട്ടിലെ ആൾക്കാരൊക്കെ നിറഞ്ഞിരിപ്പുണ്ട്. നമ്മൾ വെളിയിൽ ചെന്ന് നിന്ന് അവരെ കാണണം എന്ന് മനസ്സിൽ വിചാരിച്ചാൽ കാണാൻ പറ്റുമോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? ബെല്ലടിക്കും.
കോളിംഗ് ബെൽ അടിക്കുമ്പോഴേ അവർ എന്ത് ചെയ്യത്തുള്ളൂ, ഇറങ്ങി വരത്തുള്ളൂ, വിളിക്കണം. അങ്ങനെ ഒരു കർമ്മം ചെയ്തെങ്കിൽ മാത്രമേ അവരിറങ്ങി വന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇതുപോലെ ഈശ്വരൻ എല്ലായിടത്തും ഇരിപ്പുണ്ട്, ഇറങ്ങി വരണമെങ്കിൽ എന്ത് ചെയ്യണം, വിളിക്കണം. അതിനാണ് തപസ്സാദികളായ ഇങ്ങനെയുള്ള വ്രതം കൊണ്ട് ഭഗവാനെ വിളിക്കുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും, അതിൽ നിന്നും പുറത്ത്. ഇതുപോലെയാണ് കപിലനായി ഭഗവാൻ അവതരിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. തസ്യം ബഹുതിഥേ കാലേ ഭഗവാൻ മധുസൂദനാം കാർദമം വീരമാപന്നോ യജ്ഞനിപദാരുണീം. ബഹുതിഥേ കാലേ കാർദമം വീര്യം ആപന്നഃ ഭഗവാൻ മധുസൂദനഃ ദാരുണിഃ അഗ്നിഃ ഇവ തസ്യാം യജ്ഞേ. തസ്യാം ബഹുതിഥേ കാലേ ഭഗവാൻ മധുസൂദന കാർദമം വീര്യമാപന്നോ യജ്ഞനിപദാരുണീ. തസ്യാം ബഹുതിഥേ കാലേ ഭഗവാൻ മധുസൂദന കാർദമം വീര്യമാപന്നോ യജ്ഞനിപദാരുണീം. അവാദയം തദാഭ്യോമ്നി വാദിത്രാണി ഘനാഘനാഃ ഗായന്തി തം സ്മഗന്ധർവാ നൃത്യന്ത്യപ്സരസോ മുദാം. അവാദയൻ തഥാ വ്യോമ്നി. അവാദയൻ വധിപ്പിച്ചു. വധിപ്പിക്കാൻ നാദമുണ്ടാക്കുക, ശബ്ദമുണ്ടാക്കുക. വാദ്യം വധിപ്പിക്കുന്നതുകൊണ്ടാണ് വാദ്യം എന്ന് പേര് കിട്ടിയത്. അവാദയം തഥാ വ്യോമ്നി. ആകാശത്തിൽ വാദിത്രാണി. വാദിത്രങ്ങൾ, വാദ്യങ്ങളെ ഘനാഘനാഹ ഘനഘനമായ ശബ്ദങ്ങൾ കൊണ്ട് ആകാശത്ത് ദേവന്മാർ പെരുമ്പറ കൊട്ടാൻ തുടങ്ങിയത്. ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു, ജഗ്നേ ജനിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ദേവന്മാർ ആകാശത്ത് നിന്ന് പെരുമ്പറ കൊട്ടിക്കൊഴിച്ചു. അവാദയം തഥാഭ്യോമ്നി വാദിത്രാണി ഘനാഘന ഗായന്തി തം സ്മ ഗന്ധർവാഹ. ഗന്ധർവന്മാർ അവനെക്കുറിച്ച് പാടി. ഗന്ധർവാഹ തം ഗായന്തി സ്മ. സ്മ ചേർത്തപ്പോ ഭൂതകാലാർത്ഥം കിട്ടുകയാണ്. ഗായന്തി പാടുന്നു വർത്തമാനകാലമാണ്. ഗായന്തി സ്മ എന്ന് ചേർത്താൽ പാടിയെന്ന് ഭൂതകാലത്തിന് അർത്ഥം കിട്ടും. ഇത്രയേ ഉള്ളൂ സ്മയ്ക്ക്, അവിടെ വേറെ അർത്ഥമൊന്നുമില്ല. ഭൂതകാലം കിട്ടാൻ വേണ്ടി മാത്രം ഒരു സ്മ ചേർത്താണ്. ഗന്ധർവാഹ ഗായന്തി സ്മ. ഗന്ധർവന്മാർ അവനെക്കുറിച്ച് പാടി. അപ്സരഫോ മുദാ നൃത്യന്തി. അപ്സരഫുകൾ സന്തോഷത്തോടെ നൃത്തം ചെയ്തു. അവാദയം തദാബ്ജോമ്നി വാദിത്രാണി ഘനാഘനാഃ ഗായന്തി തം സ്മ ഗന്ധർവാ നൃത്യന്തി അപ്സരഫോ മുദാ. തഥാ വ്യോമ്നി വാദിത്രാണി അവാദയൻ ഘനാഘനാഃ ഗന്ധർവാഃ തം ഗായന്തി സ്മ അപ്സരഫ മുദാ നൃത്യന്തി സ്മ. വാദയം തഥാ വ്യോമ്നി വാദിത്രാണി ഘനാഘനാഃ ഗായന്തി തം സ്മ ഗന്ധർവാ നൃത്യന്തി അപ്സരഫോ മുദാ. അവാദയം തഥാ വ്യോമ്നി വാദിത്രാണി ഘനാഘനാഃ ഗായന്തി തം സ്മ ഗന്ധർവാ നൃത്യന്തി അപ്സരഫോ മുദാ. പേതുസ്സുമനസോ ദിവ്യാഃ ഖേചരൈരപവർജിതാഃ പ്രസേതുശ്ച ദിശഃ സർവാ ഭാംസിജമനാംസിജാം. പേതുഹു എന്ന് വെച്ചാൽ പൊഴിച്ചു. പേതുഹു പൊഴിച്ചു. നമ്മൾ മലയാളത്തിൽ പെയ്തു എന്നൊക്കെ പറയും, അതും പൊഴിക്കലാണ്. പേതുഹു എന്നുള്ള മലയാളത്തിൽ പറയുമ്പോൾ പെയ്തു എന്ന് ആക്കി മാറ്റിയെടുക്കാം. സുമനസഹ പുഷ്പങ്ങൾ എന്നർത്ഥം. നല്ല മനസ്സുള്ളവർ എന്നല്ല. സുമന എന്ന് വെച്ചാൽ പുഷ്പം എന്നർത്ഥം. ദിവ്യാഹ ദ്യൂവിൽ നിന്നും പുഷ്പങ്ങൾ വർഷിച്ചു. പെയ്തു പുഷ്പവൃഷ്ടി ഉണ്ടായി എന്നർത്ഥം. ആകാശത്തു നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായി. ആരാൽ? ഖേചരൈഹി. ആകാശത്തിൽ കൂടി സഞ്ചരിക്കുന്ന ആകാശചാരികളായ ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. പേതു സുമൻസോ ദിവ്യാഹ ഖേചരൈർ അപവർജിതാഹ. അപവർജിതാഹ വർഷിക്കപ്പെട്ട, താഴേക്ക് പൊഴിക്കപ്പെട്ട
ദേവന്മാരാൽ വർഷിക്കപ്പെട്ട ദിവ്യങ്ങളായ പുഷ്പങ്ങൾ താഴെ പതിച്ചു പെയ്തു വീണു. പ്രഫേദുശ്ച ദിശ ഫർവാ, ഫർവാ ദിശ പ്രഫേദുഹു, എല്ലാ ദിക്കുകളും പ്രസാദിച്ചു. പ്രഫേദുഹുജ പ്രസാദിച്ചു, എല്ലാ ദിക്കുകളും തെളിഞ്ഞ് പ്രസാദിച്ചു. അംഭാംസിജ മനാംസിജ ഫർവാഹം, എല്ലാ ജലാശയങ്ങളും മനസ്സുകളും പ്രസാദിച്ചു തെളിഞ്ഞു. കപിലന്റെ അവതാരത്തോടെ ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു, പെരുമ്പറ ഘോഷിച്ചു, ഗന്ധർവന്മാർ പാടി, അപ്സരസുകൾ നൃത്തം ചെയ്തു. എന്ന് മാത്രമല്ല, ദിക്കുകളൊക്കെ അങ്ങനെ പ്രസന്നമായി തെളിഞ്ഞു. ജലാശയങ്ങൾ ചെളികളൊക്കെ താഴേക്ക് അടിഞ്ഞ് അങ്ങനെ തെളിഞ്ഞൊഴുകി. സജ്ജനങ്ങളുടെ മനസ്സും അതുപോലെ തെളിഞ്ഞു. ജലാശയം തെളിയുന്നത് പോലെ മനസ്സുകളും തെളിഞ്ഞു. ഇതാണ് ഭഗവാന്റെ അവതാരത്തെ കാത്തിരിക്കുന്ന മഹർഷിമാരുടെ മനസ്സുകൾ തെളിഞ്ഞു. ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. പേതുസുമനസോ ദിവ്യാഖേചരീരപവർജിത പ്രഫേദുശ്ച ദിശ സർവാ ഹംസിജമനാംസിജാം ഖേചരൈഹി അപവർജിതാഃ ദിവ്യാഃ സുമനസഃ പേതു സർവാഃ ദിശഃ അംഭാംസി മനാംസി ച പ്രഫേദു. പേതുസുമനസോ ദിവ്യാഖേചരൈരപവർജിതാ പ്രഫേദുശ്ച ദിശ സർവാ അംഭാംസി ച മനാംസിജാം പേതുസുമനസോ ദിവ്യാഖേചരൈരപവർജിതാ പ്രഫേദുശ്ച ദിശ സർവാ അംഭാംസി ച മനാംസിജാം തത്കർദമാശ്രമപദം സരസ്വത്യ പരിശ്രുതം സ്വയംഭൂ സാഗമഷഭിർ മരീച്യാദിഭിരഭയാത്. തത് കർദമാശ്രമപദം, ആ കർദവന്റെ ആശ്രമസ്ഥാനം സരസ്വത്യ പരിശ്രുതം, സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ടതാണ്. കർദമാശ്രമത്തിന്റെ ചുറ്റും വളഞ്ഞൊഴുകുന്നതാണ് ആര്? സരസ്വതി നദി. അത്രയ്ക്ക് പരിശുദ്ധമാണ് ഈ ആശ്രമം. അവിടെയാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? അവതരിക്കുന്നതാണ്. തത് കർദമാശ്രമപദം സരസ്വത്യ പരിശ്രുതം, സരസ്വതി നദിയാൽ ചുറ്റപ്പെട്ടതാണ്. സ്വയംഭൂ സാഗമഷിഭിഹി മരീച്യാദിഭിഹി അഭയാത്. സ്വയംഭൂ ബ്രഹ്മാവ്, സാഗം കൂടെ, ഋഷിഭിഹി ഋഷികളോടുകൂടെ, മരീച്യാദിഭിഹി അഭയാത് മരീച്യാദികളായ മഹർഷിമാരോടൊപ്പം അഭയാത് എത്തിച്ചേർന്നു. മരീച്യാദികളായ മഹർഷിമാരോട് ഒപ്പം എത്തിച്ചേർന്നു. അഭയാത്. അങ്ങനെ കപിലാവതാര സമയത്ത് ബ്രഹ്മാവും മരീച്യാദികളായ സപ്തർഷിമാരും അവിടേക്ക് എത്തിച്ചേർന്നു. തത്കർത്തമാശ്രമവദം സരസ്വത്യ പരിശ്രുതം സ്വയംഭൂ സാഗമർഷഭിർ മരീച്യാദിഭിരഭയാത്. സരസ്വത്യ പരിശ്രുതം തത് കർദമാശ്രമവദം മരീച്യാദിഭിः ഋഷിഭിः സാഗം സ്വയംഭൂ അഭയാത്. തത്കർദമാശ്രമവദം സരസ്വത്യാ പരിശ്രുതം സ്വയംഭൂ സാഗമർഷഭിർ മരീച്യാദിഭിരഭയാത്. തത്കർദമാശ്രമപദം സരസ്വത്യാ പരിശ്രുതം സ്വയംഭൂ സാഗമർഷഭിർ മരീച്യാദിഭിരഭയാത്. ഭഗവന്തം പരം ബ്രഹ്മ തത്വേന അംശേന ശത്രുഹൻ തത്വസംഖ്യാന വിജ്ഞപ്തി ജാതം വിദ്വാനജസ്വരാട് സഭാജേൻ വിശുദ്ധേര ചേതസാ തച്ചികീർഷിതം പ്രഹൃഷ്യമാണേരസുഭി കർദമം ചേതമഭ്യഥാത്. ഭഗവന്തം പരം ബ്രഹ്മ, പരംബ്രഹ്മസ്വരൂപനായ ഭഗവാൻ. ഭഗവന്തം ഭഗവാനെ, എങ്ങനെയുള്ള ഭഗവാനെ? പരംബ്രഹ്മ, പരംബ്രഹ്മസ്വരൂപനായ ഭഗവാനെ സത്വേന അംശേന, സത്വത്തിന്റെ അംശത്തോടു കൂടിയവനായ ഭഗവാൻ.
ശത്രുഹൻ വിതുരരെ വിളിച്ചതാണ്. വിതുര മൈത്രേയ സംവാദമാണ്. വിതുരരെ വിളിച്ചതാണ് ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യുന്നവനെ എന്ന്. വിതുരരെ യുദ്ധം ചെയ്ത് ശത്രുക്കളെ ഒന്നും കൊന്നിട്ടില്ല. പിന്നെ ഇവിടെ ശത്രുക്കൾ ആരാണ്? ഇന്ദ്രിയങ്ങളാകുന്ന ശത്രു. ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ജയിച്ചവനാണ് വിതുരർ. അതുകൊണ്ട് ഇവിടെ ശത്രുഹൻ എന്ന് വിതുരരെ വിളിച്ചത് കുറെ ശത്രുക്കളെ യുദ്ധത്തിൽ കൊന്നത് കൊണ്ടല്ല. അങ്ങനെ വിതുരർ ചെയ്തിട്ടില്ല. വിതുരർ യുദ്ധം ചെയ്തിട്ടുമില്ല. പിന്നെന്താണ് വിളിച്ചത്? ഇന്ദ്രിയങ്ങളാകുന്ന ശത്രുക്കളെ ഹനിച്ചവനാണ്. അതുകൊണ്ടാണ് ശത്രുഹൻ എന്നുള്ള സംബോധന. തത്വസംഖ്യാന വിജ്ഞപ്തി, തത്വങ്ങളുടെ സംഖ്യാനം, നിരൂപണം, അതിൻ്റെ വിജ്ഞപ്തി, അറിവ്, അതിനുവേണ്ടി തത്വസംഖ്യാന വിജ്ഞപ്തിക്ക് വേണ്ടി ജാതം ഉണ്ടായതാണ് വിദ്വാൻ അജഹ സ്വരാജ്. വിദ്വാനായ ഭഗവാൻ, അജനായ ഭഗവാൻ, സ്വരാട്ടായ ഭഗവാൻ. വിദ്വാനാണ്, എല്ലാം അറിയുന്നവനാണ്. അജനാണ്, ജനിക്കാത്തവനായ ഭഗവാനാണ് ജനിച്ചു എന്ന് പറഞ്ഞത്. ഭഗവാന് ജന്മമരണങ്ങൾ ഇല്ല. സ്വരാട്ടാണ്, സ്വയം വിരാജിക്കുന്നവൻ, തന്നെത്താൻ ശോഭിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ സത്വാംശം കൊണ്ട് പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ തന്നെയാണ് അവതരിച്ചിരിക്കുന്നത്. എന്തിനാണ്? തത്വജ്ഞാനം ഉപദേശിക്കാൻ വേണ്ടി. സംഖ്യാനം എന്നുള്ളതുകൊണ്ട് സാഖ്യം എന്ന തത്വജ്ഞാനത്തെ ഉപദേശിക്കാൻ വേണ്ടി. ഈശ്വരനും പ്രകൃതിയും തമ്മിലുള്ള വ്യത്യസ്തത, അവയുടെ ഐക്യം, ഇതാണ് സാഖ്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈശ്വരനെ ഈ പ്രകൃതി തത്വങ്ങളിൽ നിന്നും വേർതിരിച്ച് അറിയണം. ഈ 24 പ്രകൃതി തത്വങ്ങൾ അല്ല ഈശ്വരൻ. അതിൻ്റെ അകത്ത് പ്രചോദകനായി വർത്തിക്കുന്ന ഒരു ശക്തിയുണ്ട്, അതാണ് ഈശ്വരൻ എന്ന് പ്രകൃതി പുരുഷ വിവേകത്തിൽ കൂടി ഈശ്വര അവബോധത്തെ നമ്മെ ബോധ്യപ്പെടുത്തലാണ് സാഖ്യദർശനത്തിന് പൊരുൾ. ഇത് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് തത്വസംഖ്യാന വിജ്ഞപ്തി ജാതം, ജനിച്ചു. സഭാജയൻ വിശുദ്ധേന ചേതസാം. എന്നിട്ടോ വിശുദ്ധേന ചേതസാ, വിശുദ്ധമായ മനസ്സോടെ, സഭാജയൻ സ്വീകരിച്ചുകൊണ്ട്, സന്തോഷിപ്പിച്ചുകൊണ്ട്, ചേതസ തച്ചികീർഷിതം സഭാജയൻ, മനസ്സുകൊണ്ട് ഭഗവാന്റെ ചികീർഷിതം ചെയ്യാനുള്ള ആഗ്രഹത്തെ പ്രശംസിച്ചുകൊണ്ട്, പ്രഹൃഷ്യമാണേ രസുഭി, സന്തുഷ്ടമായ പ്രാണനെ കൊണ്ട്, കർദമം ച ഇദം അഭ്യഥാത്, കർദമനോട് ഇങ്ങനെ പറഞ്ഞു. കർദമം ച ഇദം അഭ്യഥാത്, കർദമനോട് ഇങ്ങനെ പറഞ്ഞു ബ്രഹ്മാവ് എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ തത്വസംഖ്യ ഉപദേശിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ സ്വയം അവതരിച്ചിരിക്കുകയാണ്. തന്റെ മനസ്സിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വിശുദ്ധമായ തേജസ്സോടെ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് സജ്ജനങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുമാറ് കർദമനോട് ബ്രഹ്മാവ് ഇങ്ങനെ പറഞ്ഞു. ചേതം അഭ്യഥാത് പറഞ്ഞു എന്നത്. ഭഗവന്തം പരം ബ്രഹ്മസത്വേന അക്ഷേന ശത്രുഹൻ തത്വസംഖ്യാന വിജ്ഞപ്തി ജാതം വിദ്വാൻ അജസ്വരാട് സഭാജയൻ വിശുദ്ധേന ചേതസാതച്ചികീർഷിതം പ്രഹൃഷ്യമാണേ രസുഭി കർദമം ചേതമഭ്യഥാത്. ഹേ ശത്രുഹൻ, സത്വേന അംശേന പരം ബ്രഹ്മ ഭഗവന്തം തത്വസംഖ്യാന വിജ്ഞപ്തി ജാതം വിദ്വാൻ സ്വരാട് അജഹ
വിശുദ്ധേന ചേതസാ പ്രഹൃഷ്യമാണൈഃ അസുഭിഃ തച്ചികീർഷിതം സ്വഭാജേൻ കർദമം ഇദം അഭ്യഥാച്ച. ഭഗവന്തം പരം ബ്രഹ്മാസത്വേന അംശേന ശത്രുഹൻ തത്വസംഖ്യാനവിജ്ഞം തേജാതം വിദ്വാനജസ്വരാട് സ്വഭാജയൻ വിശുദ്ധേന ചേതസാ തച്ചികീർഷിതം പ്രഹൃഷ്യമാണൈരസുഭിഃ കർദമം ചേതമഭ്യഥാത്. ഭഗവന്തം പരം ബ്രഹ്മ തത്വേന അംശേന ശത്രുഹൻ തത്വസംഖ്യാനവിജ്ഞം തേജാതം വിദ്വാനജസ്വരാട് സ്വഭാജയൻ വിശുദ്ധേന ചേതസാ തച്ചികീർഷിതം പ്രഹൃഷ്യമാണൈരസുഭിഃ കർദമം ചേതമഭ്യഥാത്. ഭഗവന്തം പരം ബ്രഹ്മ തത്വേന അംശേന ശത്രുഹൻ തത്വസംഖ്യാനവിജ്ഞം തേജാതം വിദ്വാനജസ്വരാട് സ്വഭാജയൻ വിശുദ്ധേന ചേതസാ തച്ചികീർഷിതം പ്രഹൃഷ്യമാണൈരസുഭിഃ കർദമം ചേതമഭ്യഥാത്. ബ്രഹ്മവാച. ബ്രഹ്മാവ് കർദമനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ത്വയാമേപചിതിസ്താതാം കൽപ്പിതാ നിർവിളീകതാം യന്മേ സംജഗൃഹേ വാക്യം ഭവാൻ മാനദമാനയൻ. ത്വയാ നിന്നാൽ, മേ എനിക്ക്, അപചിതി എന്ന് വെച്ചാൽ പൂജ, അപചിതി, മേ അപചിതി എന്റെ പൂജ, താത കുഞ്ഞേന്നാണ്, അച്ഛന്നല്ല. ഇവിടെ എന്താണ്? കർദമനെയാണ് സംബോധന ചെയ്യുന്നത് താത എന്ന്. കൽപ്പിത കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിർവിളീകത നിർവിളീകമായിട്ട്, കള്ളത്തരം അല്പം പോലുമില്ലാതെ, കാപട്യം അല്പം പോലുമില്ലാതെ ഞാൻ ചെയ്ത എന്റെ കൽപ്പനയെ നീ വേണ്ടതുപോലെ നിർവഹിച്ചിരുന്നു. മേ അപചിതി ഹേ താത നിർവിളീക കൽപ്പിത. ഞാൻ ചെയ്ത കൽപ്പനയെ നീ കള്ളത്തരം ഇല്ലാതെ, കാപട്യമില്ലാതെ വേണ്ടതുപോലെ മാനിച്ച് എന്നെ ബഹുമാനിച്ചേ. മാതാപിതാക്കളോ ഗുരുക്കന്മാരോ പറയുന്നത് കേട്ടനുസരിച്ചാൽ അത് അവരോടുള്ള ബഹുമാനമാണ്, ആദരവാണ്. അങ്ങനെ നീ എന്നെ ആദരിച്ചിരിക്കുന്നു, പൂജിച്ചിരിക്കുന്നു. എന്മേ സംജിഗൃഹേ വാക്യം ഭഗവാൻ അത മാനയൻ. യത് മേ യാതൊന്നാണോ, സംജിഗൃഹേ വാക്യം വാക്യത്തെ സ്വീകരിച്ചു ഭഗവാൻ, ഹേ മാനദ മാനയൻ, ഹേ മാനദ മാനത്തെ ദാനം ചെയ്യുന്നവനെ, മാനം ഉണ്ടാക്കി കൊടുക്കുന്നവനെ, എന്റെ വാക്യത്തെ മാനിക്കുന്നവനായിട്ട് നീ വേണ്ട വിധം സ്വീകരിച്ചത് യാതൊന്നാണോ, അതുകൊണ്ട് ഹേ മാനദ താത, നീ എനിക്കായിട്ട് നൽകിയ ഈ അനുസരണം, ഈ പ്രവൃത്തി എനിക്ക് പൂജയായി പരിണമിച്ചിരിക്കുന്നു. ഇത് പൂജിച്ചതല്ല, പക്ഷെ എനിക്ക് പൂജയായിട്ട് പരിണമിച്ചിരിക്കുന്നു. എന്താണ്? നീ എന്റെ വാക്കുകൾ കേട്ടനുസരിച്ചല്ലോ, അതെനിക്കൊരു പൂജയായിട്ട് മാറി. ത്വയാമേപചിതിസ്താത കൽപ്പിതാ നിർവിളീകതാം യന്മേ സംജഗൃഹേ വാക്യം ഭഗവാൻ മാനദമാനയൻ. ഹേ മാനദ താത, മേ വാക്യം മാനയൻ, സംഗൃഹേ സംഗൃഹേ ഇതി യത് ത്വയാ മേ അപചിതിഃ നിർവിളീകതഃ കൽപ്പിതഃ. ത്വയാ മേ അപചിതിസ്താത കൽപ്പിതാ നിർവിളീകതാം യന്മേ സംജഗൃഹേ വാക്യം ഭഗവാൻ മാനദമാനയൻ. ത്വയാ മേ അപചിതിസ്താത കൽപ്പിതാ നിർവിളീകതാം യന്മേ സംജഗൃഹേ വാക്യം ഭഗവാൻ മാനദമാനയൻ. ത്വയാ മേ അപചിതിസ്താത കൽപ്പിതാ നിർവിളീകതാം യന്മേ സംജഗൃഹേ വാക്യം ഭഗവാൻ മാനദമാനയൻ. ഏതാവത്യേവ ശുശ്രൂഷാം
കാര്യാപിതരിപുത്രകൈ ഓഢമിത്യനുമന്യേത ഗൗരവേണ ഗുരുവചനം. ഏതാവതി ഏവ, ഇത്രയും തന്നെ, ഏതാവത്യേവ, ഏതാവതി ഏവ, ഏതാവത്യേവ, ഇത്രയും തന്നെ. ശുശ്രൂഷ, ശുശ്രൂഷ കേൾക്കാനുള്ള ആഗ്രഹമാണ്. ശ്രോതുവിച്ഛയാണ് ശുശ്രൂഷ. ഉപചാരങ്ങൾ എന്നർത്ഥം. ഗുരുവിന്റെ വാക്യങ്ങളിൽ ശുശ്രൂഷയുണ്ടാകും. കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാകണം. കേട്ടത് അതേപോലെ പ്രവർത്തിക്കാനുള്ള കഴിവും ഉണ്ടാകണം. അപ്പോഴേ ശുശ്രൂഷ പൂർണ്ണമാവുകയുള്ളൂ. കാര്യ ചെയ്യപ്പെടേണ്ടതാണ്. പിതരി പിതാവിൽ, പുത്രകൈഹി പുത്രന്മാരാൽ, പുത്രന്മാരാൽ പിതാവിൽ ഇത്രയും ശുശ്രൂഷകളാണ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞത് നീ കേട്ടു, അനുസരിച്ചു. ഭഗവാനെ തപസ് ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അത് നീ കേട്ടു, അനുസരിച്ചു. അങ്ങനെ കേട്ട് അനുസരിക്കുക. ഇതാണ് ഒരു പുത്രന്മാർ പിതാവിന് ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ എന്നാണ് അവർ പറയുന്ന വാക്കുകളെ അനുസരിക്കാറുള്ളത്. മാതാപിതാക്കളെ അനുസരിക്കലാണ് ഏറ്റവും വലിയ ഉപചാരം, ഏറ്റവും വലിയ ആതിഥ്യ പൂജ, ഏറ്റവും വലിയ മര്യാദ. പാഠം ഇതി അനുമന്യേത, പാഠം ശരി, ഓക്കെ എന്ന്. ഇതി എന്ന് അനുമന്യേത അനുവദിച്ചു. ഗൗരവേണ ഗുരോർവച, ഗൗരവമായിട്ടും ഗുരുവായ എൻ്റെ വാക്കുകളെ അങ്ങനെ ആവട്ടെ എന്ന് നീ എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഇത് പുത്രന്മാർ പിതാവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഉപചാരം, ഏറ്റവും വലിയ ശുശ്രൂഷയാണ്. ഇങ്ങനെയാണ് പുത്രന്മാർ മാതാപിതാക്കളോട് പെരുമാറേണ്ടത് എന്ന് ബ്രഹ്മാവ് തൻ്റെ ഒരു പുത്രനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇത് ലോകത്തുള്ള എല്ലാ മാതാപിതാക്കളും പുത്രന്മാരും തമ്മിലുള്ള ഉപദേശത്തിന്റെ ഭാരമാണെന്ന് ഭാഗവതം പഠിക്കുന്ന തിരിച്ചറിയണം. അപ്പൊ നമ്മൾക്ക് എന്നതാകണം? ഗുരുക്കന്മാർ പറയുന്ന വാക്കുകളെ കേട്ട് ചെവിയിൽ കൂടെ വിടുകയല്ല, അതിനെന്ത് ചെയ്യണം? അത് പ്രവർത്തന പഥത്തിൽ കാണിച്ചു കൊടുത്താലേ ഗുരുവിനോടുള്ള ശുശ്രൂഷ പൂർണ്ണമാവുക. അതനുസരിച്ച് കാണിക്കും. അങ്ങനെ കാണിച്ചാൽ മാത്രമേ പാഠം ഇത്തരമന്യാണ്, അതങ്ങനെ തന്നെ ശരിയാണ് എന്ന് അനുവദിച്ചുകൊണ്ട് ഗൗരവത്തോടെ ഗുരുവിന്റെ വാക്കിനെ അനുസരിക്കുന്നതാണ്. ഏതാവത്യേവ ശുശ്രൂഷാകാര്യാപി പിതരിപുത്രകൈ പാഠമിത്യനുമന്യേത ഗൗരവേണ ഗുരുവചം. ഗുരോഹു വചഹാം ഗൗരവേണ പാഠം ഇതി അനുമന്യേത പുത്രകൈഹി പിതരി കാര്യ ശുശ്രൂഷ ഏതാവതി ഏവ. ഏതാവത്യേവ ശുശ്രൂഷാം കാര്യാപിതരിപുത്രകൈ പാഠമിത്യനുമന്യേത ഗൗരവേണ ഗുരുവചം. ഏതാവത്യേവ ശുശ്രൂഷാം കാര്യാപിതരിപുത്രകൈ പാഠമിത്യനുമന്യേത ഗൗരവേണ ഗുരുവചം. ഏതാവത്യേവ ശുശ്രൂഷാ കാര്യാപിതരിപുത്രകൈ പാഠമിത്യനുമന്യേത ഗൗരവേണ ഗുരുവചം. ഇമാ ദുഹിതരഫഭ്യ തവ വത്സസുമധ്യമാഃ സ്വർഗമേതം പ്രഭാവൈഫൈർ ബ്രഹ്മൈഷ്യത്യനേകഥാം. ഇമാഹ ദുഹിതരഃ, ഈ പുത്രിമാർ, സഭ്യഃ, സഭയിൽ പ്രവർത്തിക്കാൻ യോഗ്യതയുള്ളവരാണ്, സത്തുക്കളാണ്. തവ അങ്ങയുടെ, വത്സ കുഞ്ഞെ, സുമധ്യമാഹ സുന്ദരിമാരാണ്. സുന്ദരിമാരായ ഈ പുത്രിമാർ, അങ്ങയുടെ പുത്രിമാർ, സ്വർഗം ഏതം പ്രഭാവൈഹി സ്വൈഹി ബ്രഹ്മൈഷ്യതി അനേകഥ. അവര് ഏതം സ്വർഗം, ഈ ലോകത്തെ, സ്വർഗം എന്ന് പറയുന്ന ലോകമാണ്, സ്വർഗലോകം, ഈ ലോകത്തെ പ്രഭാവൈഹി സ്വൈഹി
സ്വന്തമായ പ്രഭാവം കൊണ്ട് പ്രഭാവൈഹി ഫൈഹി ബ്രഹ്മൈഷ്യന്തി വളർത്തി വലുതാക്കും അനേകഥ പല പ്രകാരം. സുന്ദരിമാരായ നിന്റെ ഈ പുത്രിമാർ നിന്റെ പ്രവൃത്തി ഏറ്റെടുക്കും. എന്താണ്? സൃഷ്ടി ഏറ്റെടുക്കണമെങ്കിൽ ഇവരെ എന്ത് ചെയ്യണം? വിവാഹം കഴിച്ചേക്കണം. അങ്ങനെ വിവാഹം കഴിച്ചയച്ചാൽ അവര് നിന്റെ കർദ്ദമെന്റെ സൃഷ്ടിന്റെ പ്രധാനപ്പെട്ട ജോലി സൃഷ്ടി ഈ പെൺമക്കൾ 9 പേരും ഏറ്റെടുത്ത് വേണ്ട വിധം നിർവഹിക്കും. അതിനുള്ള കഴിവ് അവർക്കുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവരെ വിവാഹം കഴിച്ചേക്കണം. ഇതും കൂടി കഴിഞ്ഞേ കർദ്ദമൻ പോകാവൂ. ഇതൊരു പിതാവിന്റെ കടമയാണ്. മക്കളെ വിവാഹം കഴിപ്പിക്കുക എന്നത് മാതാപിതാക്കളുടെ ഒരു കടമയാണ്. ഇന്നിപ്പോ ഒന്നും വേണ്ടി വരികയില്ല, അവർ തന്നെ കഴിച്ചോളൂ. എങ്കിൽ തന്നെ ഇത് എന്താണ്? നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ ഇതിനൊരു ബന്ധം മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറേയിടത്തൊക്കെ ഉണ്ട്, കുറേയൊക്കെ വിട്ടുപോയി തുടങ്ങിയിട്ടുണ്ട്. പാശ്ചാത്യ ലോകത്തിന്റെ അന്ധമായ അനുകരണം കൊണ്ട് മാത്രം സംഭവിച്ചതാവാം അത്. എന്തായാലും ഈ പെൺകുട്ടികളെ നല്ല സഭയിൽ വേണ്ടവണ്ണം പെരുമാറാൻ കഴിവുള്ള ഈ പെൺകുട്ടികളെ, സഭ്യകളായ പെൺകുട്ടികളെ, സുമധ്യമകളായ പെൺകുട്ടികളെ, സുന്ദരികരമായ പെൺകുട്ടികളെ, അങ്ങയുടെ ഈ കുട്ടികളെ ഈ സ്വർഗലോകത്തെ അവരുടെ പ്രഭാവം കൊണ്ട് സ്വന്തം ശക്തി കൊണ്ട് പല പ്രകാരത്തിൽ വളർത്തി വലുതാക്കി കാണിക്കാൻ കഴിവുള്ളവരാണ്. ലോക സൃഷ്ടിയെ വളർത്തി വലുതാക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇവരെ വിവാഹം കഴിപ്പിച്ചയക്കണം. മഹർഷിമാർക്ക് വിവാഹം കഴിച്ചു കൊടുത്താൽ സന്താന പരമ്പര ഉണ്ടായി ഈ ലോകത്തെ അഭിവൃദ്ധിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇതാണ് ഇനി വേണ്ടത് എന്ന് കർദ്ദവന് ബ്രഹ്മാവ് വന്ന് ഉപദേശിച്ചു. ഇമാ ദുഹിതരഭ്യ തവൽഫസുമധ്യമാ സർഗമേദം പ്രഭാവൈ ബ്രഹ്മൈഷ്യന്യനീകഥാം. ഹേ വത്സ, സുമധ്യമാഹ തവ ഇമാഹ ദുഹിതരഃ സ്വൈഃ പ്രഭാവൈഃ ഏതം സർഗം അനേകഥ ബ്രഹ്മൈഷ്യന്തി. ഇമാ ദുഹിതരഭ്യ തവ വത്സ സുമധ്യമാം സർഗമേതം പ്രഭാവൈഃ ബ്രഹ്മൈഷ്യന്ത്യനേകഥാം. ഇമാ ദുഹിതരഭ്യ തവ വത്സ സുമധ്യമാം സർഗമേതം പ്രഭാവൈഃ ബ്രഹ്മൈഷ്യന്ത്യനേകഥാം. ഇമാ ദുഹിതരഭ്യ തവ വത്സ സുമധ്യമാഃ സർഗമേതം പ്രഭാവൈഃ ബ്രഹ്മൈഷ്യന്ത്യനേകഥാം. ഇനി എങ്ങനെയൊക്കെയാണ് വിവാഹം കഴിക്കേണ്ടത്, ആർക്കൊക്കെയാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ കാണിച്ചുകൊണ്ട് ഇനി വരുന്ന ശ്ലോകത്തിൽ വിസ്തരിക്കുന്നുണ്ട്. നമ്മുടെ സമയം ആയതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഉപസംഹരിക്കാം. ഉപസംഹരിച്ചതിന് ശേഷം സംശയം ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.